ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി സ്കൂളിൽ മതവാദം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ക്രിസ്ത്യൻ സംഘടനയായ കാസ രംഗത്ത്. മത രാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂളുകളിലെ കലോത്സവങ്ങളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെയും സംഘടന രൂക്ഷമായി വിമർശിക്കുന്നു. പലസ്തീനെ അനുകൂലിച്ച് കാസർഗോഡ് സ്കൂളിൽ മൂകനാടകം അവതരിപ്പിച്ചതിനെ അനുകൂലിച്ച് വിദ്യാഭ്യാസ മന്ത്രി പോസ്റ്റ് ഇട്ടതിനെതിരെയായിരുന്നു കാസയുടെ മറുപടി. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, വിശദാംശങ്ങൾ. രോഹിണി, അതായത് കഴിഞ്ഞ ദിവസം ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു സ്കൂളിൽ പാലസ്തീൻ എന്ന പേരിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു നാടകം അരങ്ങേറുന്ന അല്ലെങ്കിൽ ഒരു മൈമ് അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ആ മൈമ് പകുതിയിൽ വെച്ച് അധ്യാപകർ അത് നിർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഈ സംഭവത്തിനോടെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നത്, ഇത്തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി അത് ഒരു കാരണവശാലും പാടില്ല. വീണ്ടും സ്കൂളുകളിൽ ഇത്തരത്തിൽ മൈമ് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി തന്നെ, ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്ന ക്രൈസ്തവ സംഘടനയായിട്ടുള്ള കാസ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മതരാഷ്ട്രീയ വിഷയങ്ങൾ എന്തിനാണ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യമാണ് ഇവർ ഫേസ്ബുക്കിലൂടെ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഇത് കൃത്യത്തിൽ അതായത് ഒരു വിഭാഗം കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ഇത് മറ്റേതെങ്കിലും വിഭാഗമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന മതപ്രീണന രാഷ്ട്രീയമാണ് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ CPM എല്ലാ കാലത്തും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടി കാസ പറയുന്നു. മാത്രമല്ല, ഈ സ്കൂൾ കഴിഞ്ഞ വർഷം അതായത് ഇതേ സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു ടാബ്ലോ അവതരിപ്പിച്ചിരുന്നു. അതിൽ കഴുത്തിൽ ഷാൾ ചുറ്റിയ ഒരു ഭീകരവാദിയെ ചിത്രീകരിക്കുന്നതിനായി കഴുത്തിൽ ഷാൾ ചുറ്റിയ ഒരു ടാബ്ലോ, ഒരു നിശ്ചല ദൃശ്യം ഇത്തരത്തിൽ കലോത്സവത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ അതൊരു മതവിഭാഗത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വിലക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കാസ രംഗത്ത് വരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കിതാബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെ ഒരു നാടകം അതും സ്കൂൾ കലോത്സവ വേദിയിൽ വിലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഒരു പ്രീണനം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിലക്ക് ഉണ്ടാകുന്നു. മറ്റൊരു ഭാഗത്ത് ഏതെങ്കിലും മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഇതിനെതിരെയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായി ക്രൈസ്തവ സംഘടനയായിട്ടുള്ള കാസ രംഗത്ത് വരുന്നത്. മത രാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂളിലെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ കാഞ്ഞങ്ങാട് സ്കൂൾ കലോത്സവ വേദിയിൽ ഇത്തരത്തിൽ മൈമ് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആ മൈമിന് സമയത്ത് ഈ സ്കൂളിലെ ഒരു വിഭാഗം കുട്ടികൾ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവതരിപ്പിച്ചതെങ്കിൽ പോലും അത് പരോക്ഷമായി ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന നിലപാടുകളിലേക്കാണ് ഇത്തരത്തിലേക്ക് നടക്കുന്നത്. ഈ കോഴിക്കോടാണെങ്കിലും വിവിധ ഇടങ്ങളിലാണെങ്കിലും ഇത്തരം ഐക്യദാർഢ്യ റാലികളൊക്കെ തന്നെ നടക്കുന്നത് പാലസ്തീനിന്റെ പേരിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം സ്കൂൾ വേദികളിലേക്ക് ഇത് കൊണ്ടുവന്നാൽ അതായത് സാധാരണക്കാരായ കുട്ടികൾക്ക് ഇത് എന്ത് സന്ദേശമാണ് നൽകുക എന്നാണ് ചോദിക്കുന്നത്. അതായത് രോഹിണി, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാസ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ഇനി ബംഗ്ലാദേശിന് വേണ്ടിയും അതുപോലെ പഹൽഗാമിന് വേണ്ടിയും നൈജീരിയയ്ക്ക് വേണ്ടിയും മൈം അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അനുമതി തരുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ്. ഇവിടെയുള്ള സാധാരണക്കാരൻ സർക്കാരിനോടും CPMനോടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം കൂടിയാണ്. അതായത് ഈ സർക്കാർ കാണിക്കുന്ന ഈ ഒരു നിലപാട് അത് എല്ലാവരിലേക്കും അതുപോലെ തന്നെ അതിലൊരു തുല്യത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന് കൂടിയാണ് ഖാസ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഒരു കുഞ്ഞുകുട്ടി അവതരിപ്പിക്കുന്ന കിതാബ് എന്ന നാടകത്തിനെ സ്കൂൾ കലോത്സവ വേദിയിൽ വിലക്കിയിരുന്നു. അതുപോലെ തന്നെ ഭീകരവാദിയെ ചിത്രീകരിക്കുന്നതിനായി ഇത്തരത്തിലൊരു വേഷം ധരിച്ച് ഇത്തരം നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത് അത് സ്കൂൾ വേദിയിൽ വിലക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ അതൊക്കെ വിലക്കിയവർ എന്തുകൊണ്ട് പലസ്തീൻ എന്ന പേരിൽ ഹമാസ് എന്ന തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ
പാർട്ടികൾ ഇത്തരത്തിൽ അവതരിപ്പിക്കുന്ന ഈ മൈമ് പോലുള്ളവയെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് രംഗത്ത് വരുന്നു, എന്തുകൊണ്ട് ഇതിനെ തള്ളി പറയുന്നില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മതപ്രീണന രാഷ്ട്രീയം മാത്രമാണ്. അത് മാത്രമാണ് സർക്കാർ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അത് ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ ഈ വിഷയത്തിൽ കാസ പോലുള്ള മറ്റ് സംഘടനകളും നവമാധ്യമങ്ങളിലൂടെ വലിയ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ എന്ന് പറയുന്നത്, കലാലയങ്ങളിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒരു ഘട്ടത്തിൽ പോലും കലാലയങ്ങളിലേക്ക് മതം കൊണ്ടുവരാൻ പാടില്ല എന്നതാണ്. ഇത്തരം ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ കലോത്സവ വേദികളിൽ ഇത്തരത്തിലുള്ള പരിപാടികളും അരങ്ങേറുന്ന സമയത്ത് മറ്റ് കുട്ടികൾക്ക് ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഹമാസിനെ പിന്തുണയ്ക്കുക, അതായത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുക. ഈ നിഷ്ഠൂരകൃത്യം ചെയ്ത ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ നഖശിഖാന്തം എതിർക്കണമെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കാസ പോലുള്ള ഒരു വലിയ സമൂഹം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. രോഹിണി. ശരി അനഘ, എന്തായാലും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണനം ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങേയറ്റം മോശം പ്രവണതകൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം സ്കൂളുകളിലടക്കം ഇത്തരത്തിലുള്ള മതവാദം സർക്കാർ കൊണ്ടുവരികയാണെങ്കിൽ അത് യുവതലമുറയെ കാര്യമായി തന്നെ ബാധിക്കാനുള്ളൊരു സാഹചര്യം തന്നെയാണ് കാണുന്നത്.